എങ്ങനെ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പരസ്പരം ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് 5 തരത്തിലുണ്ട് അത്. അതായത് ഇപ്പൊ ആക്ട് ഓഫ് സർവീസ്, ക്വാളിറ്റി ടൈം. ഇപ്പൊ എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കേ അറിയുള്ളൂ. ഒരാൾ എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നും അവരിൽ നിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്നും എനിക്കേ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അത് നമുക്ക് സാധിച്ചു തരാൻ പറ്റില്ലെങ്കിൽ അതിൽ നിന്ന് ആദ്യമേ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ഈ കൗൺസിലിംഗ്, പ്രീമറേറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ എന്തുമാത്രം കോമ്പാറ്റബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ അത് സംസാരിച്ച് നേരെയാക്കാം, അല്ലെങ്കിൽ അവരെ നമുക്കൊരു കംപ്ലീറ്റ് ചേഞ്ച് പോസിബിൾ അല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാരേജിന് മുന്നേ പല വാഗ്ദാനങ്ങളും കൊടുക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ് മാറിക്കോളാം, അതാണ്. അങ്ങനെയല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞോ? ഒരു കാര്യം കൂടി, ഇപ്പം പള്ളികൾക്ക് ഒരു പോസ്റ്റ് മാരിറ്റൽ എഡ്യൂക്കേഷൻ പദ്ധതി മാഡം പറഞ്ഞ ഒരു കൃത്യ ഉത്തരം എന്താ അറിയോ? പരമാവധി സേവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ മതങ്ങളടക്കം കുറച്ചുകൂടി ഓപ്പൺ ആയി അബ്സല്യൂട്ട് ടോക്സിക്കും ഡെഡ് എൻഡും ആണെങ്കിൽ ഷുഡ് ബി മോർ ഓപ്പൺ. അതാണ് അത്. പല പല സോഷ്യൽ കണ്ടീഷൻസ് ആണ് അപകടകരമായ. എന്താണ് ഈ അപകടകരം? അതിന് കൂടി ഒരു വ്യക്തമായിട്ടുള്ള കാണുന്ന ഡ്രഗ്സ്, മദ്യപാനം, ഇതുമല്ല. ഇതിനപ്പുറം ഇമോഷണൽ അല്ല, ടോക്സിക്, അബ്യൂസീവ്, അങ്ങനെ ഒരുപാട് രണ്ടവസ്ഥയിലും കൂടി പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മള് കൺവെൻഷനലായി അനിൽ പറഞ്ഞതുപോലെ കൺവെൻഷനലായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പെണ്ണിനെ കെട്ടുക, അല്ലെങ്കിൽ മുന്നിൽ വന്നു നിന്ന് പെണ്ണ് കണ്ടു പോയിട്ട് അവർ ഒരു വൺ സൈഡഡ് ആയിട്ട് തീരുമാനിച്ച് കല്യാണം കഴിക്കുക, പിന്നീട് അവിടെ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാവുക, പിന്നെ എന്നേക്കും വിവാഹത്തിൽ പെട്ടുപോയല്ലോ എന്ന് ചോദിച്ച് അവിടെ അവസാനിപ്പിക്കുക, ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വിവാഹം എന്നത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കത് കോമ്പാക്റ്റബിൾ ആണോ, പറ്റുന്ന കാര്യമാണോ എന്ന് ഒരുപാട് ആലോചിച്ച് ഇതുപോലെ ഇന്ററാക്ട് ചെയ്ത്, അതിന് ഈ പറഞ്ഞതുപോലെ സെക്ഷുവലിയും ഇന്ററാക്ട് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, അതൊരു റിസ്ക് എലമെന്റ് അതിനകത്തുണ്ട്. അല്ല, ഞാൻ പറയട്ടെ അതിനകത്ത് അതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ ഇനിയിപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണൽ ചോയ്സ്. അത് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചോയ്സ് എടുക്കില്ലായിരിക്കാം, താങ്കൾക്ക് ആ ചോയ്സ് എടുക്കാം, അത് തെറ്റുള്ള കാര്യമല്ല. തീരുമാനിച്ച് വിവാഹത്തിലേക്ക് പോയാൽ അതിൽ നിന്ന് വിവാഹം എന്ന് പറയുന്ന ലീഗൽ കോൺട്രാക്ട് മാത്രമല്ല, അതിനകത്ത് ഒരു ഇമോഷണൽ കോൺട്രാക്ട് കൂടിയാ. കോൺട്രാക്ട് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല, കണക്ട് കൂടിയാ. ഈ പോയി കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തോന്നിയാൽ വിവാഹം എന്നുള്ളത് പോലെ തന്നെ ഡിവോഴ്സ് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് ആണിനും പെണ്ണിനും ബോധ്യം ഉണ്ടാവണം. ഡിവോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ മഹാപാതകമൊന്നും അല്ല. ഇവിടെ ആണായാലും പെണ്ണായാലും തിരിച്ചു വന്നാലും ഇനിയും ജീവിക്കാൻ പറ്റും. ഈ വിവാഹം കഴിച്ചു ഡിവോഴ്സ് ആയതുകൊണ്ട് വിവാഹമേ കുഴപ്പമാണെന്ന് പറയേണ്ട ആവശ്യവുമില്ല. ഇതിൽ രണ്ടിലും കൂടി പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് സന്തോഷമായി